പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്കലം ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി. മണ്ണാർക്കാട് തത്തേങ്കലം പുത്തൻപുരയ്ക്കൽ അബ്ബാസ് ആടുമേച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുലി അബ്ബാസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ജനവാസ മേഖലയിൽ നിരന്തരം പുലിശല്യമുള്ളതായി പരാതി നൽകിയിട്ടും വനം വകുപ്പ് പരിഹാരം കാണുന്നില്ല എന്ന് നാട്ടുകാർ പറയുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, ആടുമേയ്ക്കാൻ പോയ ആളിനെ പുലി ആക്രമിക്കുന്നു. തലനാരിഴയ്ക്ക് അബ്ബാസ് എന്ന് പറയുന്ന അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്യുന്നു. ആളുകൾ നിരന്തരം പരാതിപ്പെടുന്നുണ്ട്. അവിടെ പുലിയുടെ സാന്നിധ്യം അല്ലെങ്കിൽ പുലിയുടെ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമാണ്. വനം വകുപ്പിനോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. ഇപ്പോൾ അബ്ബാസിനെ ആക്രമിച്ചത് പുലി തന്നെയാണ് അല്ലെങ്കിൽ കടുവയാണ് എന്നുള്ള മറ്റൊരു വാദഗതി നിലവിലുണ്ട്. എന്തായാലും സ്ഥലത്ത് ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ അരുണാലത്തു. വിനോദ്, തീർച്ചയായിട്ടും മണ്ണാർക്കാട് തത്തേങ്കലം ഭാഗത്തെ ആളുകൾ വലിയ ഭീതിയിലാണ്. അവിടെ തത്തേങ്കലം പുത്തൻപുരയ്ക്കൽ അബ്ബാസ് എന്ന വ്യക്തിയെയാണ് ഈ പുലിയുടെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പുലി അബ്ബാസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും സമയോചിതമായ ഇടപെടലിലൂടെ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുകയുമാണ് ചെയ്തത് എന്നുള്ളതാണ് ഈ അബ്ബാസ് പറയുന്നത്. തുടർച്ചയായിട്ട് ഈ ജനവാസ മേഖലയിൽ പുലിശല്യം ഉള്ള ഭാഗത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുലിയല്ല, കടുവയാണ് ആക്രമിക്കാൻ വന്നത് എന്നും പറയുന്നുണ്ട്. ഏതായാലും വനം വകുപ്പ് നിരവധി തവണ വനം വകുപ്പിൽ ഈ നാട്ടുകാർ പരാതി നൽകിയിട്ടും ഈ പ്രശ്നത്തെ ഈ ഒരു പരിഹാരം ഉണ്ടാവാതെ തുടരുന്നു എന്നുള്ള ഒരു പരാതിയാണ് നാട്ടുകാർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ഈ പുലിശല്യവും അല്ലെങ്കിൽ ഈ കടുവ ശല്യവും ഒക്കെ മൂലം ജനവാസ മേഖലയിൽ സ്വൈര്യജീവിതം നയിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിപ്പെടുന്നത്. നേരത്തെ തന്നെ അവിടെ ഈ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന ആളുകളെ പുലിയും മറ്റും ആക്രമിച്ച് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യവും അതുപോലെ തന്നെ കയ്യിൽ പുലിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സ്ഥിതിയൊക്കെ അവിടെ ഉണ്ടായി. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്കലം ജനവാസ മേഖലയിലാണ് പുലി ഇറങ്ങിയത്. ആടുമേയ്ക്കാൻ പോയ അബ്ബാസ് എന്ന കർഷകനെ പുലി ആക്രമിക്കുകയും ചെയ്തു. എന്തായാലും നാട്ടുകാർ ഏറെ ഭീതിയിലാണ്. വനം വകുപ്പിനോട് പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയുമില്ല. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.